സുഹൃത്തുക്കളെ, ഞാൻ ജനിച്ചു വളർന്ന കാലഘട്ടം ജനാധിപത്യത്തിൻ്റെതായതുകൊണ്ട് എനിക്ക് രാജഭരണം, രാജാവും പ്രജകളും എങ്ങനെയാണെന്ന് കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ആ വിഷമം എനിക്ക് മാറിയിരിക്കുന്നു. എങ്ങനെയാണ് ഒരു രാജാവും അടിമയുമെന്ന് മനസ്സിലായി. അലിഖിതമായി അവിടെ ഇവിടെയുമൊക്കെ രാജാവും അടിമകളും ഉള്ളത് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. വണങ്ങി വീണ അടിമയ്ക്ക് വിവരമില്ലെങ്കിൽ ഉയർന്നുന്ന രാജാവിന് തടയാമായിരുന്നു. അല്ല, രാജാവിന് ഭരിക്കാനല്ലേ ഇഷ്ടം. ഈ ഒരൊറ്റ സീൻ കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു. സോഷ്യൽ മീഡിയയുടെ തലയിൽ കയറ്റിത്തുന്ന ടോക്സിസിറ്റി ആണോ എന്ന് എനിക്കറിയില്ല ഗൈസ്. അടിമത്തം, അയിത്തം, ഉയർന്നവൻ താഴ്ന്നവൻ, അടിയൻ അടിയാളൻ, തമ്പ്രാൻ ഉന്നത കുലജാതിക്കാരൻ, താഴ്ന്നവൻ മാറ്റി നിർത്തപ്പെടേണ്ടവൻ, ദൂരെ മാറി നിൽക്കേണ്ടവൻ, വണങ്ങി നിൽക്കേണ്ടവൻ, കുമ്പിട്ട് നിൽക്കേണ്ടവൻ, എങ്ങനെയൊക്കെ പറഞ്ഞ കുറേ വാക്കുകളും കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് ചരിത്രത്തിൽ നിന്ന് എവിടെയോ എൻ്റെ തലയിൽ കൂടെ ഒരു സെക്കൻഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോയി. മേ ബിയിലേക്ക് അത് ടോക്സിസിറ്റി ആയിരിക്കും ഗൈസ്. ആ ടോക്സിസിറ്റി എൻ്റെ തലയിൽ കിടക്കുന്നുണ്ടായിരിക്കും. അവനെ മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും. നോക്കൂ, ഈ സ്കിബിഡി യുഗത്തിൽ പോലും ഇതുപോലെ താണുമണങ്ങി കാലിൽ വന്ന് വീണ് അനുഗ്രഹം വാങ്ങാൻ നിൽക്കുന്നവരും അത് കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ജനാധിപത്യം എത്തിയിട്ടില്ല.